ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഉയരത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രന്മാർ. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഉയരത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രന്മാർ. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന പദവിയാണ് അവർ ദൈവത്തിൻ്റെ പുത്രന്മാരായിത്തീരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവുമായി വ്യക്തിപരമാകുന്ന ബന്ധം സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അതിന് തയ്യാറാകുക. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നത്. അനുവാദം കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയവാതിലുകളെ തുറക്കുവാൻ കഴിയും. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ കഴിയും. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരായിത്തീരുന്നു. പല വിശേഷണങ്ങളുണ്ട്. ഇവിടെ ഉയരത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന വിശേഷണം നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. നിങ്ങൾ യേശുവിലാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജനനം സംഭവിച്ചത് ഉയരത്തിൽ നിന്നാകുന്നു. ഭൂമിയിൽ നിന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ആ ഒന്നാം ജനനത്തിന് ശേഷം രണ്ടാം ജനനമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആ ജനനം ഉയരത്തിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഉയരത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രന്മാർ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് പോകുകയാണെങ്കിൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിൽ നിന്ന് ജനിച്ചമാർ. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇവരെ വേണേൽ ഒരു പുതിയ തരം പുത്രന്മാരെന്ന് വിളിക്കുവാൻ കഴിയും. ഭൂമിയിൽ സാധാരണ കാണുന്ന നിലവാരത്തിലുള്ള പുത്രന്മാരല്ല, പുതിയ തരം പുത്രന്മാർ. ഉയരത്തിൽ നിന്ന് ജനിച്ച പുത്രന്മാർ, ദൈവത്തിൽ നിന്ന് ജനിച്ച പുത്രന്മാർ. ഇനിയും വചനത്തിൽ നിന്ന് ജനിച്ച പുത്രന്മാരെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയും. 1 പത്രോസ് അതിൻ്റെ 1-ാമത്തെ അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനത്തിൻ്റെ പുത്രന്മാർ, വചനത്തിൽ നിന്ന് ജനിച്ചവർ. കെടുന്ന ബീജത്താലല്ല. അവിടെ സീഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കറപ്റ്റബിളായിട്ടുള്ളൊരു സീഡിനാലല്ല ജനനം നടന്നിരിക്കുന്നത്, ഇൻകറപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സീഡിനാലാണ്. ആ ഇൻകറപ്റ്റബിൾ സീഡ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വചനമാകുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഇൻകറപ്റ്റബിളായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം, എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. പത്രോസും പൗലോസും ഒക്കെ പ്രസംഗിച്ച വചനം ദൈവത്തിൻ്റെ വചനമാകുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ദൈവത്തിൻ്റെ വചനമാകുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഈ വചനം ഇൻകറപ്റ്റബിൾ സീഡാകുന്നു. ഈ ഇൻകറപ്റ്റബിൾ സീഡിന് ഒരു മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുവാൻ കഴിയും. ഉയരത്തിൽ നിന്നുള്ള ജനനം ഈ വചനത്തിലൂടെ സാധ്യമാണ്. ദൈവത്തിൽ നിന്നുള്ള ജനനം ഈ വചനത്തിലൂടെ സാധ്യമാണ്.
ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവുമായി ബന്ധമില്ലാത്തവർക്ക് യേശുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും. യേശുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുമ്പോഴാകുന്നു അവരുടെ ആത്മാവിലേക്ക് വചനം ചെന്നതിന് ശേഷം വചനം ആത്മാവും പരിശുദ്ധാത്മാവും, വചനം ദൈവത്തിൻ്റെ ജീവനുമാകുന്നു. വേർഡ് ഈസ് ലൈഫ് ആൻഡ് വേർഡ് ഈസ് സ്പിരിറ്റ്. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. ഗാഡ് കൈൻഡ് ഓഫ് ലൈഫ്, ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റും ഗാഡ് കൈൻഡ് ഓഫ് ലൈഫും കൂടെ ചേർന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ആ വചനം നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും. നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് പുതിയ സൃഷ്ടിയായിത്തീരും, ന്യൂ ക്രിയേഷനായിത്തീരും. പുതിയ സൃഷ്ടിയായിത്തീരുന്ന ആ ഹ്യൂമൻ സ്പിരിറ്റിലാണ് ഹോളി സ്പിരിറ്റ് റെസിഡൻ്റ് ആകുന്നത്, വസിക്കുവാൻ തുടങ്ങുന്നത്. അങ്ങനെ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായി തീരും. ദൈവവചനത്താൽ ജനിച്ച പുത്രന്മാർ, ഉയരത്തിൽ നിന്ന് ജനിച്ച പുത്രന്മാർ, ദൈവത്തിൽ നിന്ന് ജനിച്ച പുത്രന്മാർ, ഉയരത്തിൽ നിന്ന് ജനിച്ച പുത്രന്മാർ ദൈവത്തിൽ നിന്ന് ജനിച്ച പുത്രന്മാരാകുന്നതിനാൽ അവർ വചനത്തിൽ നിന്ന് ജനിച്ച പുത്രന്മാരാകുന്നു. അവർ പുതിയ തരം പുത്രന്മാരാകുന്നു. ഭൂമിയിൽ കാണുന്നത് പോലെയുള്ളൊരു ജനനമല്ല, സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു ജനനമാണ് ഈ പ്രിയപ്പെട്ടവരിൽ സംഭവിച്ചിരിക്കുന്നത്. അവർ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, വചനത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇനിയും അവരെ വേണമെങ്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കുവാൻ കഴിയും, അവർ ആത്മാവിനാൽ ജനിച്ചവരാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഹോളി സ്പിരിറ്റിനാൽ ജനിച്ചവർ, അത്ഭുതകരം, മനോഹരം, അത്ഭുതകരം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വ്യക്തി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ സമ്മേളനം ശ്രദ്ധിക്കുക. ആരൊക്കെയാണ് അവിടെ വരുന്നത്? ഉയരത്തിൽ നിന്നുള്ള ജനനം, ദൈവത്തിൽ നിന്നുള്ള ജനനം, വചനത്തിൽ നിന്നുള്ള ജനനം, ആത്മാവിൽ നിന്നുള്ള ജനനം. ദൈവം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, അങ്ങനെയുള്ള ഒരു സമ്മേളനത്തിലൂടെയാകുന്നു ഈ വീണ്ടും ജനനം സംഭവിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജനനമാണിത്, സ്വർഗത്തിൽ നിന്നുള്ള ജനനമാണ്, ദൈവത്തിൽ നിന്നുള്ള ജനനമാണ്. ആ ജനനം വചനത്തിൽ നിന്നുള്ള ജനനമാകുന്നു. ആ ജനനം പരിശുദ്ധാത്മാവിനാലുള്ള ജനനമാകുന്നു. വാ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. യേശുവോട് പറയുന്നത് ശ്രദ്ധിക്കുക, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ഒരു ജനനം നടക്കുകയാണെങ്കിൽ നീ ആത്മീകനായി തീരുവാൻ പോകുന്നു, നീ സ്പിരിറ്റ് ലെഡായി തീരുവാൻ പോകുന്നു, നിൻ്റെ ഹ്യൂമൻ സ്പിരിറ്റ് സജീവമാകുവാൻ പോകുന്നു. അങ്ങനെ നീ ഒരു ആത്മമനുഷ്യനായി തീരുവാൻ പോകുന്നു. ഈ ജനനം വചനത്താൽ സംഭവിക്കുന്ന ജനനമാകുന്നതിനാൽ വീണ്ടും ജനനം, ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് വചനത്താൽ സംഭവിക്കുന്ന ജനനമാകുന്നതിനാൽ ആ വ്യക്തി വചനത്തിൻ്റെ പുത്രനായി തീരുകയാണ്. ദൈവത്താൽ സംഭവിക്കുന്ന ജനനമാകുന്നതിനാൽ ആ വ്യക്തി ദൈവത്തിൻ്റെ പുത്രനായി തീരുകയാണ്. യേശു ഈ ഭാഗത്ത് പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റിഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്നുത്തരം പറഞ്ഞു. ഇതൊരു മിസ്റ്ററിയാണ്. ആത്മാവിനാലുള്ള ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവത്താൽ ഉള്ള ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? വചനത്താലുള്ള ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ ജനനം സംഭവിച്ചവർക്ക് അത് അനുഭവിക്കുവാൻ കഴിയും. എല്ലാം വിശദീകരിക്കുവാൻ കഴിയത്തില്ല. ഇതൊരു മിസ്റ്ററിയാണ്, ഇതൊരു മർമ്മമാണ്.
അതാണ് യേശു പറഞ്ഞത്. പ്രകൃതിയിലേക്ക് നോക്കുക, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. കാറ്റിനെ നമുക്ക് പിടിക്കുവാൻ കഴിയത്തില്ല, കാറ്റിനെ നമുക്ക് സ്പർശിക്കുവാൻ ആ നിലയിൽ കഴിയത്തില്ല, കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയില്ല, എന്നാൽ അനുഭവിക്കുവാൻ കഴിയും. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ജനനം എന്താണ്, രക്ഷിക്കപ്പെടുക എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷികമാകുന്ന നിലയിൽ ഒത്തിരി വിശദീകരണങ്ങളൊന്നും തരുവാൻ കഴിയത്തില്ല. പക്ഷേ ഒരു കാര്യം, ആ അനുഭവത്തിലേക്ക് വന്നവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയുന്നു, അനുഭവിക്കുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിനാലുള്ള ജനനം അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, വീണ്ടും ജനിച്ച വ്യക്തിയാണ്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, അതെനിക്ക് അനുഭവിക്കുവാനാണ്, ഏറെ അനുഭവിക്കുവാനാണ് കഴിയുന്നത്. ഒത്തിരി വിശദീകരിച്ചു കൊടുക്കുവാൻ കഴിയത്തില്ല, കഴിയുന്നിടത്തോളം കാര്യങ്ങളാണ് വിശദീകരിച്ച് തരുന്നത്. എന്നാൽ അതൊരു അനുഭവമാകുന്നു, ഒരു എക്സ്പീരിയൻസ് ആകുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ജനനം സംഭവിക്കുവാൻ പോകുന്നു. ദൈവത്തിൽ നിന്നുള്ള ജനനം സംഭവിക്കുവാൻ പോകുന്നു. വചനത്താലുള്ള ജനനം സംഭവിക്കും. പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവരായിത്തീരും നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെയുള്ളൊരു ജനനം നടന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പ്രത്യേകതകളുണ്ടാകും. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. കൊലോസ്യ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ആ കാര്യങ്ങൾ പറയുന്നത്, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ക്രിസ്തുവിനോടുകൂടിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു. കാരണം നിങ്ങളുടെ ജനനം നടന്നിരിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള, സ്വർഗത്തിൽ നിന്നുള്ളൊരു ജനനമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ നിലവാരത്തിൽ നിന്ന് ദൈവം നമ്മെ സ്വർഗത്തിൻ്റെ നിലവാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരിൽ കാതലായ മാറ്റങ്ങൾ കാണുവാൻ കഴിയും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷം എന്ന് പറയുന്നത്, അനേകർ പറയുന്നു ഞങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായും ഒക്കെ സ്വീകരിച്ചു എന്ന്, എന്നാൽ അവരിൽ യാതൊരു മാറ്റങ്ങളും കാണുന്നില്ല. അവരുടെ സ്വഭാവമെല്ലാം പഴയതുപോലെ തന്നെ തുടരുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലാകുന്നു എങ്കിൽ നിങ്ങളിൽ കാതലായ മാറ്റങ്ങൾ കാണുവാൻ തുടങ്ങും. ഈ വാക്യങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിച്ച് വായിക്കുകയാണ്. ആകയാൽ കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇനി കേട്ടോണം, ഈ നിലവാരത്തിൽ തേജസ്സിൽ വെളിപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകൻ, ഒരു ദൈവത്തിൻ്റെ മകൾ, ഒരു ദൈവത്തിൻ്റെ പുത്രൻ, ഒരു ദൈവത്തിൻ്റെ പുത്രി എങ്ങനെയായിരിക്കണം? 5-ാം വാക്യത്തിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. നമ്മിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വളരെ വിചിത്രമാകുന്നൊരു കാര്യം, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നവർ നമ്മിൽ ഭൂമിയിൽ നിന്ന് ജനിച്ച ഒരു ഭാഗവുമുണ്ട്, ഉയരത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു ഭാഗവുമുണ്ട്. നമ്മുടെ ആത്മാവ് ഉയരത്തിൽ നിന്ന് വീണ്ടും ജനിച്ചിരിക്കുന്നു, എന്നാൽ നമ്മൾ ശരീരവാസികളാണ്. ഭൂമിയിൽ നിന്ന് ലഭിച്ച ഈ ശരീരം, അമ്മയിൽ നിന്ന് ലഭിച്ച ഈ ശരീരം, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഈ ശരീരം, ഈ ശരീരത്തിലാണ് നമ്മളിപ്പോൾ വസിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് പോകുന്നത്. ശരീരവുമുണ്ട്, നിങ്ങളിൽ ഉയരത്തിൽ നിന്ന് നടന്ന ആ ജനനത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ സ്പിരിറ്റ് സജീവമായിരിക്കുന്നു, നിങ്ങൾ ആത്മീകരുമായി തീർന്നിരിക്കുകയാണ്. ആത്മാവും ശരീരവും ഒരുമിച്ചുള്ള ഈ യാത്രയിൽ ശരീരത്തിൻ്റെ സ്വഭാവങ്ങളെ മരിപ്പിപ്പീൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു.
അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവീൻ. പരിശോധനയ്ക്ക് വിധേയമാക്കിയേ. കോപമുണ്ടോ? ക്രോധമുണ്ടോ? ഈർഷ്യയുണ്ടോ? വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇതൊക്കെയുണ്ടോ? ഉയരത്തിൽ നിന്ന് ജനനം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും കോപത്തെ നേരിടുവാൻ, കോപത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണോ? വല്ലാത്ത ക്രോധം പൊങ്ങി വരുന്നുവോ? ഈർഷ്യ വരുന്നുവോ? വായിൽ നിന്ന് വരുന്ന ദൂഷണമുണ്ടോ? ദുർഭാഷണമുണ്ടോ? ഒരിക്കലും അരുത്, ഒരിക്കലും അരുത്. ഈ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്നാണ് പൗലോസൂടെ പറയുന്നത്. ഉയരത്തിൽ നിന്നല്ലേ ജനിച്ചിരിക്കുന്നത്? ദൈവത്തിൽ നിന്നല്ലേ ജനിച്ചിരിക്കുന്നത്? വചനത്തിൽ നിന്നല്ലേ ജനിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാലല്ലേ ജനിച്ചിരിക്കുന്നത്? ആ ജനനം കഴിഞ്ഞവരിൽ ഈ സ്വഭാവങ്ങൾ ഒരിക്കലും പ്രകടമാകരുത്. അരുത്, ഒരിക്കലും അരുത്. അന്യോന്യം ഭോഷ്ക് പറയരുത്. 9-ാം വാക്യം, അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിഭപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇനി ധരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ധരിച്ചിരിക്കുകയാണ്. പുതിയ മനുഷ്യനെ അനുസരിച്ച് ജീവിച്ചാൽ മതി. 2 ഭാഗങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് ജനിച്ച ഭാഗവുമുണ്ട്, ഉയരത്തിൽ നിന്ന് ജനിച്ച ഭാഗവുമുണ്ട്. ഇവിടെ ഉയരത്തിൽ നിന്ന് ജനിച്ച ഭാഗത്തിൻ്റെ അധീനതയിലേക്ക് ഭൂമിയിൽ നിന്ന് ജനിച്ച ഭാഗത്തെ കൊണ്ടുവന്നിട്ട് അതിനെ ഉപയോഗിച്ച് ഈ ഭൂമിയിൽ പുതിയ മനുഷ്യനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത്ഭുതകരം. കോപം പുറപ്പെടുകയില്ല, ക്രോധം പുറപ്പെടുകയില്ല, ഈർഷ്യ പുറപ്പെടുകയില്ല, വായിൽ നിന്ന് വരുന്ന ദൂഷണം പുറപ്പെടുകയില്ല, ദുർഭാഷണം പുറപ്പെടുകയില്ല. പകരം ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി, വചനത്തിൻ്റെ സ്വഭാവമുള്ളവരായി, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളും ശ്രദ്ധിക്കുക. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരുമായിരിപ്പീൻ. ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള സ്വഭാവമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ജനനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമാണ്. വചനത്തിൽ നിന്നുള്ള ജനനമാണ്, വചനത്തിൻ്റെ സ്വഭാവമാണ്. മനസ്സിൽ ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, അന്യോന്യം പൊറുക്കുന്നു, ക്ഷമിക്കുന്നു, സ്നേഹം ധരിക്കുന്നു, സമാധാനം കൊണ്ട് നിറയുന്നു, നന്ദിയുള്ളവരായിരിക്കുന്നു. ഈ ഒരു നിലവാരത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉയരത്തിൽ നിന്നുള്ള ഈ ജനനം നമ്മിൽ സംഭവിച്ചിരിക്കുന്നത്. ഉയരത്തിൽ നിന്ന് നമ്മൾ ജനിച്ചിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിച്ചിരിക്കുന്നു, വചനത്തിൽ നിന്ന് നമ്മൾ ജനിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ ജനിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ജീവിതത്തിൻ്റെ നിലവാരം മാറണം. ഭൂമിയിലെ നിലവാരമനുസരിച്ച് ജീവിക്കരുത്, മനുഷ്യരുടെ നിലവാരമനുസരിച്ച് ജീവിക്കരുത്. ദൈവത്തിൻ്റെ നിലവാരമനുസരിച്ച് ജീവിക്കണം, ഉയരത്തിൻ്റെ നിലവാരമനുസരിച്ച് ജീവിക്കണം, സ്വർഗത്തിൻ്റെ നിലവാരമനുസരിച്ച് ജീവിക്കണം. സ്വർഗത്തിലെ കാര്യങ്ങളാണ് നമ്മിൽ പ്രകടമാകേണ്ടത്, നമ്മളിൽ വെളിപ്പെടേണ്ടത്. ചില വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. ഗലാത്യ ലേഖനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം, ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതലുള്ള ചില വാക്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, മക്കളാണെങ്കിൽ
നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. സ്വർഗത്തിലുള്ള സകലതിനും നിങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ വെച്ച് തന്നെ അവകാശികളായിത്തീരുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വെപ്രാളം എന്ന് പറയുന്നത് ഭൂമിയിലെ കുറേ കാര്യങ്ങൾ കൂടെ അവകാശപ്പെടുത്തുക എന്നതിലേ നമ്മൾ ഓടി നടക്കുന്നത്. സ്വർഗത്തിലുള്ള കാര്യങ്ങൾ അവകാശമാക്കിയിട്ടുണ്ടോ? ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമിയിലുള്ള നന്മകൾ അനുഭവിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകി തരും. സ്വർഗത്തിലുള്ള കാര്യങ്ങൾ അവകാശമാക്കിയിട്ടുണ്ടോ? സ്വർഗം സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ സമാധാനം അവകാശമാക്കിയിട്ടുണ്ടോ? ദയതാഴ്മ, സ്നേഹം കൊണ്ട് സ്വർഗം നിറഞ്ഞിരിക്കുന്നു. അത് അവകാശമാക്കിയിട്ടുണ്ടോ? അങ്ങനെ നീ നിദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. 8-ാം വാക്യം. എന്നാൽ അന്നു നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു, പലതിനും അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞത് ദൈവം നിങ്ങളെ അറിഞ്ഞതുകൊണ്ടാണ്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഈ വാക്യം ശ്രദ്ധിക്കുക. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ദൈവത്തെ നമുക്കെങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുന്നത്? ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചത് കൊണ്ടാണ്. എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയുന്നത്? ദൈവം നമ്മെ ആദ്യം അറിഞ്ഞതുകൊണ്ടാണ്. യേശു നമ്മെ അറിഞ്ഞതുകൊണ്ടാണ്. യേശു നമുക്ക് വേണ്ടി നമ്മൾ ജനിക്കുന്നതിന് മുന്നമേ യാഗമായി തീർന്നത് കൊണ്ടാണ് നമുക്ക് യേശുവിനെ അറിയുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. അങ്ങനെയെങ്കിൽ ആ നിലയിലുള്ള ഒരു വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? പഴയ കാര്യങ്ങൾ ഇപ്പോഴും വെളിപ്പെട്ട് വരികയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ കാണുന്നത്? അത് ശകുനം നോക്കുന്നു. എന്തൊക്കെയാ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. വെള്ളിയാഴ്ച നമുക്ക് ശരിയല്ല, ചൊവ്വാഴ്ച നമുക്ക് ശരിയല്ല, കിണർ കുഴിക്കണമെങ്കിൽ സ്ഥാനം കാണണം. ആ ഒരു നിലവാരത്തിൽ നിന്ന് ദൈവം നമ്മളെ ഉയർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ജീവിത നിലവാരത്തിനു മാറ്റം വരണമെന്നാണ് വചനം ഇവിടെ പറയുന്നത്. ഭൂമിയിൽ സാധാരണ മനുഷ്യൻ വെപ്രാളപ്പെട്ട് ജീവിക്കുന്നത് പോലെ നിനക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നിന്റെ ജീവിത നിലവാരം ഉയർന്ന നിലവാരമാകുന്നു. സ്വർഗത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ നിലവാരത്തിൽ നീ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഈ ഭൂമിയിലെ പല കാര്യങ്ങളും നീ മാതൃകയാക്കേണ്ട കാര്യമില്ല. ഭൂമിയിൽ പലരും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ നോക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ കാണുന്നതാണ് പലതും അവർ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വ്യത്യസ്തമാകുന്നൊരു നിലവാരത്തിലാണ്. ഭൂമിയിലെ മാതൃക പ്രകാരം നീ ജീവിക്കേണ്ട കാര്യമില്ല. നിന്നെ ഉന്നതമാകുന്നൊരു നിലവാരത്തിൽ, സ്വർഗത്തിൻ്റെ നിലവാരത്തിൽ നിന്നെ വിളിച്ചിരിക്കുകയാണ്. കാരണം നീ ഉയരത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രനാകുന്നു. നീ ദൈവത്തിൽ നിന്ന് ജനിച്ച പുത്രനാകുന്നു. നീ വചനത്തിൽ നിന്ന് ജനിച്ച പുത്രനാകുന്നു. നീ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച പുത്രനാകുന്നു. അതിനാൽ നിന്റെ നിലവാരം വ്യത്യസ്തമാണ്. സ്വർഗത്തിൻ്റെ നിലവാരത്തിൽ ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കുവാൻ കഴിയും. ദൈവം അതാണ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്നവർ സ്വർഗത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കുവാൻ വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുക. മഹാത്ഭുതം സംഭവിക്കും. സ്വർഗത്തിൻ്റെ നിലവാരത്തിൽ നീ ജീവിക്കുവാൻ വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ ഭൂമിയിൽ നിനക്ക് സ്വർഗം അനുഭവിക്കുവാൻ കഴിയും. ഈ ഭൂമിയിൽ ദൈവികമാകുന്ന ആശീർവാദങ്ങളുടെ നിറവുകളിൽ ജീവിക്കുവാൻ കഴിയും. സമാധാനത്തിലും സ്വസ്ഥതയിലും ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കുമ്പോൾ നിനക്ക് വേണ്ട എല്ലാ നന്മകളും, ഈ ഭൂമിയിൽ നീ അനുഭവിക്കേണ്ട നന്മകളെല്ലാം
സമാധാനത്തോടുകൂടെ അനുഭവിക്കുവാൻ, സ്വസ്ഥതയോടുകൂടെ അനുഭവിക്കുവാൻ, സന്തോഷത്തോടുകൂടെ അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ നിനക്ക് സ്വർഗം അനുഭവിക്കുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട അങ്ങയുടെ മക്കളെ കർത്താവേ ഇന്ന് പ്രത്യേകമായി സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ ഉള്ള ആകുലതകളിലോ വ്യാകുലതകളിലോ വെപ്രാളങ്ങളിലോ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ കർത്താവേ, അവരെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയ നിലവാരത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള വെളിപ്പാടിലേക്ക് അവരെ മടക്കിക്കൊണ്ടിരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉയരത്തിൻ്റെ നിലവാരത്തിലേക്ക് അവരെ കർത്താവ് കൈപിടിച്ചുയർത്തണമേ. ഓരോരുത്തരെ അങ്ങ് തൊടുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർ അനുഭവിക്കട്ടെ. രോഗികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ച് ശാരീരിക രോഗം അനുഭവിക്കുന്നവരെ കർത്താവ് തൊടുന്നു. ആമേൻ. ഹല്ലേലൂയ. സാർക്കി ബസ്സെക്കെത്തനെ ലാഫാസാറ്റിനി ലിയാന്തന. ഈ അരയുടെ ഭാഗത്ത് പിൻഭാഗത്തായിട്ട് കഠിനമായി വേദന അനുഭവിക്കുന്ന വ്യക്തിയെ കർത്താവ് തൊടുന്നു. ഹിപ്പ് ജോയിൻ്റ്, അങ്ങനെ ആയിരിക്കും അത് പറയുന്ന ആ ഭാഗങ്ങളിൽ, ആ ഹിപ്പിൻ്റെ ഭാഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കുക, സൗഖ്യം സ്വീകരിക്കുക. ആന്തരിക അവയവങ്ങൾക്ക് കേടുവന്നിരിക്കുന്ന ജോയിൻസിന് പ്രത്യേകിച്ച് ജോയിൻസിന് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടത് ആർത്തറൈറ്റിസുമായി ബന്ധപ്പെട്ട ആ നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രായമുള്ള ഒരു മാതാവിനെ എൻ്റെ ഹൃദയത്തിൽ അങ്ങനൊരു ബോധ്യം തരുന്നു. അങ്ങനൊരു മാതാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവശക്തി ആ മാതാവിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ആ ജോയിൻസിൻ്റെ മേലുള്ള എല്ലാ രോഗബാധകളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ദക്ഷാവിന വിലഭിയ സൊഫീന സകൽക്കര റഫിസാക്കിരെ ഫൈലസി ഫറ്റന റഫേസത്തിനി റേഹിയാബ സഖല റിഫസാസിലി അബാമ സെഫീനെ അറാസിനി വിൽരവി സികാല റസൂര ഫീല സൈലബസീനി അറബി സഫീന ഫീല റിഫീന സകൽക്കര. ജോലി സ്ഥലത്ത് വല്ലാതെ ഹറാസ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന ഒന്നിലധികം പേര് ഈ ശബ്ദം കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജോലി സ്ഥലം സ്വർഗതുല്യമായി തീരട്ടെ. അവിടെയുള്ള ഹറാസ്മെൻറ്റ്സ് യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമായിട്ട് ഇപ്പോൾ തന്നെ യേശു നിങ്ങളെ തൊടുന്നു. റുഫല സേഖല ഫിനാസേക്കര ബൊഹാത്തര സിനിയാൽക്കര റാഫില സകനിയാൽക്കര. ആത്മീകമായി വളരെ ഡ്രൈ ആയി പോയ ഒരു ദൈവദാസിനെ ശബ്ദം കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ റീഫില്ലിംഗ് ഇപ്പോൾ നടക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പകർച്ച, ഒരു നിറവ് ഇപ്പോൾ സ്വീകരിക്കുക. ലഹഫ സിഫിനൽ ലാഫാസൈത്തിൽ മറുഫാല സത്തിലിയാൽക്കര. സന്തോഷം കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടിൽ ഞെരുക്കത്തിൽ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണം, വിടുവിക്കണം. അത്ഭുത വഴികൾ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവാതിലുകൾ തുറക്കപ്പെടട്ടെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് കർത്താവേ നല്ല ജോലി ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ജോലിക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നവരുടെ അന്വേഷണം വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അയാളുടെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഈ സന്ദേശം ദയവായി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നു പോകരുത്. ഗോഡ് ബി വിത്ത് യു. ഗോഡ് ബ്ലെസ് യു അബൻഡന്റ്ലി. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.